PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമേത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമേത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമേത്? 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമേത്? 1721. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം നടത്തിയിരുന്ന ശ്രമങ്ങൾ ഏതു വിധമെല്ലാമായിരുന്നു? കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം നടത്തിയിരുന്ന ശ്രമങ്ങൾ ഏതു വിധമെല്ലാമായിരുന്നു? കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു. ഓരോ പുതുവർഷത്തിലും ഏത് ഭരണാധികാരിക്കാണ് ബ്രിട്ടീഷുകാർ പാരിതോഷികങ്ങൾ നൽകി വന്നത്? ആറ്റിങ്ങൽ റാണിക്ക്. ഓരോ പുതുവർഷത്തിലും ഏത് ഭരണാധികാരിക്കാണ് ബ്രിട്ടീഷുകാർ പാരിതോഷികങ്ങൾ നൽകി വന്നത്? ആറ്റിങ്ങൽ റാണിക്ക്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി പുറപ്പെട്ട 140ഓളം വരുന്ന ബ്രിട്ടീഷ് സംഘത്തെ നയിച്ചതാര്? ഗിൽഫോർഡ്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി പുറപ്പെട്ട 140ഓളം വരുന്ന ബ്രിട്ടീഷ് സംഘത്തെ നയിച്ചതാര്? ഗിൽഫോർഡ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമേത്? വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമേത്? വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വെല്ലൂർ കലാപം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയ വിഭാഗമേത്? ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർ. വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയ വിഭാഗമേത്? ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർ. വെല്ലൂർ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. വെല്ലൂർ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. വെല്ലൂർ കലാപം നടന്ന വർഷം 1806 കേട്ടോ. വെല്ലൂർ കലാപം നടന്ന വർഷം 1806. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ദക്ഷിണേന്ത്യയിലെ ധീര വനിതയാര്? കിത്തൂർ റാണി ചെന്നമ്മ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ദക്ഷിണേന്ത്യയിലെ ധീര വനിതയാര്? കിത്തൂർ റാണി ചെന്നമ്മ. ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാട്ടുരാജ്യമായിരുന്നു കിത്തൂർ? കർണാടക. ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു കിത്തൂർ? കർണാടക. കിത്തൂരിൻ്റെ ഭരണാധികാരിയായിരുന്ന ആരുടെ ഭാര്യയായിരുന്നു റാണി ചെന്നമ്മ? ശിവലിംഗ രുദ്രദേശായി. കിത്തൂരിൻ്റെ ഭരണാധികാരിയായിരുന്ന ആരുടെ ഭാര്യയായിരുന്നു റാണി ചെന്നമ്മ? ശിവലിംഗ രുദ്രദേശായിയുടെ കേട്ടോ. കിത്തൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടായ കാരണമെന്ത്? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ തടഞ്ഞതും തുടർന്ന് കിത്തൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ചേർത്തതും. കിത്തൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടായ കാരണമെന്ത്? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ തടഞ്ഞതും തുടർന്ന് കിത്തൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തതും. ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണമടഞ്ഞ വർഷമേത്? 1829. ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണമടഞ്ഞ വർഷമേത്? 1829. ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1882 രചിച്ച ഏത് ബംഗാളി നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. 1882 രചിച്ച ഏത് ബംഗാളി നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. ആനന്ദമഠം നോവലിൽ ഏത് കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ പരാമർശിക്കുന്നത്? ഉത്തരം ഭവാനന്ദൻ. ഓക്കെ. അപ്പോൾ ആനന്ദമഠം എന്ന നോവലിൽ ഏത് കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ പരാമർശിക്കുന്നത്? ആൻസർ ഭവാനന്ദൻ. സന്യാസി കലാപം അരങ്ങേറിയ പ്രദേശം ഏത്? ബംഗാൾ. സന്യാസി കലാപം അരങ്ങേറിയ പ്രദേശം ബംഗാൾ. സന്യാസിമാർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്ന വിഭാഗം ഏത്? ഫക്കീർമാർ. സന്യാസിമാർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്ന വിഭാഗം ഏത്? ഫക്കീർമാർ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ ആരെല്ലാമായിരുന്നു? ഭവാനി പതക്, മജ്നു ഷാ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ ആരെല്ലാമായിരുന്നു? ഭവാനി പതക്, മജ്നു ഷാ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമേത്? നീലം കർഷക കലാപം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമേത്? നീലം കർഷക കലാപം. നീലം കർഷക കലാപം നടന്ന വർഷം 1859 കേട്ടോ. നീലം കർഷക കലാപം നടന്ന വർഷം 1859. നീലം കർഷക കലാപത്തിന് വേദിയായ പ്രദേശം ഏത്? ബംഗാൾ. നീലം കർഷക കലാപത്തിന് വേദിയായ പ്രദേശം ഏത്? ബംഗാൾ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860
നിൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്. നീലം കലാപത്തിൽ തുടക്കം കുറിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്. ബംഗാളിലെ നീലം കർഷക കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിയിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ബംഗാളിലെ നീലം കർഷക കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിയിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു. ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജനങ്ങളേത്? സന്താളുകൾ. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജനതയേത്? സന്താളുകൾ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്താളുകളുടെ പോരാട്ടം ആരംഭിച്ചതെന്ന്? 1855. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്താളുകളുടെ പോരാട്ടം ആരംഭിച്ചതെന്ന് 1855 കേട്ടോ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സിദോയും കാൻഹുവും. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സിദോയും കാൻഹുവും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമേത്? ഉൽഗുലാൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമേത്? ഉൽഗുലാൻ. ഉൽഗുലാൻ കലാപം പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മുണ്ടക്കലാപം. ഉൽഗുലാൽ കലാപം പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മുണ്ടക്കലാപം. ഉൽഗുലാൽ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? വലിയ കോലാഹലം അഥവാ വലിയ ഇളക്കം. ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? വലിയ കോലാഹലം അഥവാ ഇളക്കം. ഉൽഗുലാൻ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ബിർസ മുണ്ട. ഉൽഗുലാൻ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ബിർസ മുണ്ട. ഇന്നത്തെ ഏത് സംസ്ഥാനത്തെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടരാജ് സ്ഥാപിക്കാനാണ് കലാപകാരികൾ ശ്രമിച്ചത്? ഝാർഖണ്ഡ്. ഇന്നത്തെ ഏത് സംസ്ഥാനത്തെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടരാജ് സ്ഥാപിക്കാൻ ആണ് കലാപകാരികൾ ശ്രമിച്ചത്? ഝാർഖണ്ഡ്. മുണ്ട കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, ഭൂമി പിടിച്ചെടുക്കൽ, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. മുണ്ട കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, ഭൂമി പിടിച്ചെടുക്കൽ, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമേത്? 1899. മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമേത്? 1899. മുണ്ട കലാപത്തിനിടെ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടത് എവിടെ? റാഞ്ചിയിൽ. മുണ്ട കലാപത്തിനിടെ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടത് എവിടെ? റാഞ്ചി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റ് പ്രധാന ഗോത്ര കലാപങ്ങളേവ? കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഗാസി കലാപം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റ് പ്രധാന ഗോത്ര കലാപങ്ങളേവ? കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഗാസി കലാപം. തമിഴ്നാട്ടിലെ നാട്ടുരാജ്യങ്ങളിലെ സൈനിക തലവന്മാർ അറിയപ്പെട്ടതെങ്ങനെ? പോളിഗർമാർ. തമിഴ്നാട്ടിലെ നാട്ടുരാജ്യങ്ങളിലെ സൈനിക തലവന്മാർ അറിയപ്പെട്ടതെങ്ങനെ? പോളിഗർമാർ. പോളിഗർ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് ഏത് തമിഴ് പദത്തിൽ നിന്നാണ്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന പദം. പോളിഗർ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് ഏത് തമിഴ് പദത്തിൽ നിന്നാണ്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന പദം. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. മരുത് പാണ്ഡ്യ സഹോദരന്മാർ ഏത് പ്രദേശത്തെ പോളിഗർമാർ ആയിരുന്നു? ശിവഗംഗയിലെ. മരുത് പാണ്ഡ്യ സഹോദരന്മാർ ഏത് പ്രദേശത്തെ പോളിഗർമാർ ആയിരുന്നു? ശിവഗംഗയിലെ കേട്ടോ. കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരുടെ ശത്രുവായി മാറാനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ ചോദ്യം ചെയ്തത്.
കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരുടെ ശത്രുവായി മാറാനുള്ള കാരണമാണ് എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ ചോദ്യം ചെയ്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപം ഏത്? 1857 കലാപം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപം ഏത്? 1857 കലാപം. 1857 കലാപത്തെ ചരിത്രകാരന്മാർ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 കലാപത്തെ ചരിത്രകാരന്മാർ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഏതായിരുന്നു? 1857 കലാപം. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഏതായിരുന്നു? 1857 കലാപം. 1857 കലാപത്തിന് കാരണമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ 2 നയങ്ങൾ ഏതെല്ലാം? സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം. 1857 കലാപത്തിന് കാരണമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ 2 നയങ്ങൾ ഏതെല്ലാം? സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കാനുമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? സൈനിക സഹായ വ്യവസ്ഥ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കാനുമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ പാലിക്കേണ്ടിയിരുന്ന പ്രധാന വ്യവസ്ഥകളേവ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് വ്യവസ്ഥകളായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി ഗോത്രാഭിമാന ദിനം. ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? നവംബർ 15. ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? നവംബർ 15. ഏത് ഗോത്രവിഭാഗ നേതാവിൻ്റെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിനമായിട്ട് ആചരിക്കുന്നത്? ബിർസ മുണ്ടയുടെ. ഏത് ഗോത്രവിഭാഗ നേതാവിൻ്റെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിനമായിട്ട് ആചരിക്കുന്നത്? ബിർസ മുണ്ടയുടെ. ഏത് വർഷം മുതലാണ് ജൻജാതീയ ഗൗരവ് ദിനം ആചരിക്കാൻ ആരംഭിച്ചത്? 2021 മുതൽ. ഏത് വർഷം മുതലാണ് ജൻജാതീയ ഗൗരവ് ദിനം ആചരിക്കാൻ ആരംഭിച്ചത്? 2021 മുതൽ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതാ നേതാവ് ആര്? ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതാ നേതാവ് ആര്? ബിർസ മുണ്ട. ഇക്ബാൽ ദുറാനി രചിച്ച ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ആര്? ബിർസ മുണ്ട. ഇക്ബാൽ ദുറാനി രചിച്ച ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ആര്? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയ മഹാശ്വേതാദേവി രചിച്ച കൃതി ഏത്? ആരണ്യർ അധികാർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയ മഹാശ്വേതാദേവി രചിച്ച കൃതി ഏത്? ആരണ്യർ അധികാർ. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.